നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ AC സർവീസിങ്ങിന് ഒരു ടൈം പീരീഡ് ഉണ്ടോ? ഇങ്ങനെ ഒരു സംശയം നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബർ സെബിൻ തോമസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ക്യാൻ യു പ്ലീസ് ഡു എ വീഡിയോ അബൌട്ട് AC സർവീസിങ് ആൻഡ് ഹൗ വിൽ ഫംഗസ് കംസ് ഇൻ AC? എ ലൗഡ് നോയ്സ് കമ്മിങ് ഇൻ AC പുട്ടിംഗ് ടൈം. വാട്ട് ഈസ് ദാറ്റ് നോയ്സ്? What are the solutions to this purpose? How much kilometer comes we want to service the AC on our car? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഏതായാലും സെവൻ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ശരിക്കും രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ലൗഡ് സൗണ്ട് AC ഇടുന്ന സമയത്ത് അത് പൊതുവേ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും കുറച്ചുപേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമായിരിക്കും. നമ്മുടെ AC ഓൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു സൗണ്ട് കയറി വരുന്നത് നമ്മുടെ പ്രഷർ, അതായത് ആ ലൈനിൽ പ്രഷർ ഇല്ലാതെ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന സൗണ്ടാണ് ആ കേൾക്കുന്നത്. അതായത് എക്സ്പാൻഷൻ വാൽവിൽ നിന്നും ഈ പ്രഷറിലുള്ള ഈ ഗ്യാസ് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഗ്യാസ് കയറി വരുന്നതാണ് നമ്മൾ ആദ്യത്തെ AC ഓൺ ചെയ്യുന്ന സമയത്ത് കേൾക്കുന്നത്. ഒരു തവണ മാത്രം നമുക്കത് കേൾക്കാൻ സാധിക്കത്തുള്ളൂ, പിന്നെ ആ സൗണ്ട് വരത്തില്ല. പിന്നെ എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ വാഹനം ഇട്ട് കുറേ ഐഡ്ലിങ് കിടന്ന്, മീൻസ് കുറേ നേരം അങ്ങനെ ഐഡിലായിട്ട് വാഹനം ഓഫായിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം ഈ പറഞ്ഞൊരു സൗണ്ട് കേൾക്കത്തുള്ളൂ. അത് നോർമലാണ്, അതൊരു കംപ്ലൈൻ്റ് അല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഹൗ വിൽ ഫംഗസ് കം ഇൻ AC? ACയിൽ എങ്ങനെയാണ് ഒരു ഫംഗസ് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതലും നമ്മൾ AC യൂസ് ചെയ്യാതൊക്കെ ഇരിക്കുന്ന സമയത്ത് കണ്ടവാനും ഡസ്റ്റും കാര്യങ്ങളൊക്കെ കയറാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് മാത്രം, അതായത് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ACക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എന്നാൽ ഇടയ്ക്ക് മാത്രം, അതായത് വളരെ ഇൻ്റർവെൽസിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന AC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ പൊടി കയറി ഇരുന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ AC ഓൺ ചെയ്തിരുന്ന സമയത്ത് ഇതിനകത്ത് ഫംഗസും കാര്യങ്ങളൊക്കെ പിടിക്കുക. അതായത് ഈ പൊടിയുടെ കൂട്ടത്തിൽ AC ഇടുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അംശം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ വെള്ളവും പൊടിയും കൂടെ മിക്സായി അവിടെ ഇരുന്ന് ആണ് ഈ പറഞ്ഞ പോലെ ഫംഗസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഫംഗസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പം ചില കേസുകളിലെങ്കിലും ഇത് ഇരുന്ന് ചെളി പോലെ ആയിരുന്ന് അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ അസംബ്ലി എന്ന് പറയുന്ന ഈ യൂണിറ്റിന് ചെറിയ രീതിക്ക് ഹോൾസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഹോൾ വന്നിട്ടാണ് ഇതിൽ നിന്ന് ഈ പറയുന്ന ഗ്യാസ് ലീക്കായി പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ACയുടെ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ അസംബ്ലി റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ കാര്യം. പിന്നെ എത്ര കിലോമീറ്റർ കൂടുമ്പോഴാണ് AC സർവീസിങ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ AC സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീരീഡ് നമ്മൾ പറയുന്നില്ല. ACയുടെ സർവീസ്, അതായത് ഓരോ നമ്മുടെ നോർമൽ വാഹനത്തിൻ്റെ സർവീസിൻ്റെ സമയത്ത് നമ്മൾ ACയുടെ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, കാരണം പലരുടെയും തെറ്റിദ്ധാരണയാണ് നമ്മൾ AC ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടാൽ മതി എന്നുള്ള രീതി. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ACയുടെ ഫിൽറ്റർ മാറി വിടാനും, പിന്നെ ഔട്ട്സൈഡ് സർക്കുലേഷൻ അധികം യൂസ് ചെയ്യാതെ വല്ലപ്പോഴും നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ACയുടെ ഔട്ട്സൈഡ് സർക്കുലേഷൻ ഓണാക്കി ഇടുക, അത് കഴിഞ്ഞതിന് ശേഷം അത് ഓഫാക്കി ഇടുക, ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ACക്ക് ശരിക്കും പറഞ്ഞാൽ സർവീസ് ഒന്നും ആവശ്യം വരുന്നില്ല. പിന്നീട് നമുക്ക് കുറേ നാൾ, അതായത് ഏകദേശം 1,00,000 കിലോമീറ്ററൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ACയുടെ കൂളിംഗ് കോയിലും കാര്യങ്ങളൊക്കെ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തത് നല്ലതായിരിക്കും എന്ന് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ ACക്ക് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിരിക്കത്തില്ല.